A triangle is drawn joining the numbers 1, 4, 8 on a clock face. Calculate the angles of this triangle. How many equilateral triangles can we make by joining the numbers on a clock face? അതായത് താഴെ ഫിഗറിൽ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 1, 4, 8 നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ഗ്രീൻ കളറിൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ആംഗിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വരും? സെൻറ്ററിലുള്ള ആംഗിൾസ് 12നും 1നും ഇടയിൽ ഉള്ള ആംഗിൾ എത്രയാണ്? 1നും 2നും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 2നും 3നും ഇടയിലുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്, എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ആംഗിൾസ് ഉണ്ട്? 12നും 1നും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, 1നും 2നും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, 2, 3 ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 ആയി. പിന്നെ 4, 5, 6, 7, 8, 9, 10, 11, 12. ടോട്ടൽ 12 ആംഗിൾസ് ആണുള്ളത് അല്ലേ. 12 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഒരു ആംഗിൾ എന്തായിരിക്കും? രണ്ട് നമ്പേഴ്സിനിടയിൽ വരുന്ന ഓരോ ആംഗിൾ എന്തായിരിക്കും? എല്ലാം ഈക്വൽ ആയിരിക്കും, കാരണം ക്ലോക്കിൽ ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഓരോ നമ്പേഴ്സും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ആകും. അപ്പോൾ അങ്ങനത്തെ 12 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ആംഗിൾ എന്തായിരിക്കും? 1 ആംഗിൾ 360 ഡിഗ്രി ബൈ 12 ആയിരിക്കും അല്ലേ. 360 ഡിഗ്രിയെ നമുക്ക് 9 ഡിഗ്രി ഇൻറ്റു 40 എന്ന് എഴുതാം അല്ലേ, കാരണം 9 ഇൻറ്റു 40 360 ഡിഗ്രിയാണ്. ബൈ 12നെ നമുക്ക് 4 ഇൻറ്റു 3 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ 9/3 എന്താ? 3 ആണ്. അപ്പോൾ 3 ഡിഗ്രി ഇൻറ്റു 9 ഡിഗ്രി ബൈ 3 എന്ന് വെച്ചാൽ 3 ആണ്. പിന്നെ 40/4 10 ആണ് അല്ലേ. അപ്പോൾ 3 ഡിഗ്രി ഇൻറ്റു 10 അതായത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രിയാണ്. ഓരോ ആംഗിൾസും എന്താണ്? 30 ഡിഗ്രിയാണ്. അതായത് രണ്ട് നമ്പേഴ്സിന് അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിനിടയിൽ ആംഗിൾസ് ഒക്കെ എന്താണ്? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിന് ABC എന്ന് നെയിം ചെയ്യാം. അപ്പോൾ 1ന് A എന്നും 4ന് B എന്നും 8ന് C എന്ന് നെയിം ചെയ്യാം. സെൻറ്ററിന് O എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ആദ്യം 8ലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. 8ലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ AB എന്ന ആർക്കില്ലേ, AB എന്ന ആർക്ക് സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? 8ലുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ ആംഗിൾ C എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ C ഈസ് ഈക്വൽ ടു ഈ AB എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ AB എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കാണണമെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും ഓയിലേക്ക് ജോയിൻ ചെയ്യണം. എയിൽ നിന്നും ഓയിലേക്ക് ജോയിൻ ചെയ്യാം, ബിയിൽ നിന്നും ഓയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഈ സിയിലുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ ആംഗിൾ C ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു ആംഗിൾ AOB. കാരണം എന്താ? ആംഗിൾ മെയ്ഡ് ബൈ an arc at a point on circle is half the central angle made by arc. That is half into ആംഗിൾ AOB എത്രയാണ്? ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള ആംഗിളാണ് അല്ലേ. അപ്പോൾ 1 മുതൽ 2 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്, 2 മുതൽ 3 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്, പിന്നെ 3 മുതൽ 4 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആംഗിൾ AOB എന്ന് പറയുന്ന ഈ 3 30 ഡിഗ്രിയും കൂടി കൂടിയതാണ് അല്ലേ. 1 മുതൽ 2 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്, 2 മുതൽ 3 വരെ ഒരു 30 ഡിഗ്രി, പിന്നെ 3 മുതൽ 4 വരെയുള്ള ആംഗിളും 30 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, രണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സിന് ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കണ്ട്. അപ്പോൾ 3 ഇൻറ്റു 30 ഡിഗ്രി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 30 ഡിഗ്രി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. അപ്പം ഹാഫ് ഇൻറ്റു 90 ഡിഗ്രി എന്ന് വെച്ചാൽ 90 ഡിഗ്രി പോയിട്ട് അത് എത്രയാണ്? 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ C എന്ന് പറയുന്നത് എന്താണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ A കാണാം. ആംഗിൾ A എന്ന് പറയുന്ന 1ലുള്ള ആംഗിൾ അല്ലേ. അതായത് BC എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ എയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്
എന്ത് ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ബി സി എന്ന ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ബി സി എന്ന ആർക്ക് ബിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക, അതേപോലെ സിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ ബി ഒ സി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഇൻറ്റു ആംഗിൾ ബി ഒ സി. സെയിം റീസൺ തന്നെയാണ് ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ആംഗിൾ ബി ഒ സി എത്രയാണ്? അതായത് 4നും 8നും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ബി ഒ സി അല്ലേ. അപ്പോൾ നമുക്കറിയാം 4 മുതൽ 5 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്. പിന്നെ 5 മുതൽ 6 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. പിന്നെ 6 മുതൽ 7 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. 7 മുതൽ 8 വരെയുള്ള സെൻട്രൽ ആംഗിളും 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എത്ര 30 ഡിഗ്രി ഉണ്ട്? 1 2 3 4 30 ഡിഗ്രി ഉണ്ട് അല്ലേ. അതായത് 4 ഇൻറ്റു 30 ഡിഗ്രിയാണ്. അത് എത്രയാണ്? ഹാഫ് ഇൻറ്റു 4 എന്ന് വെച്ചാൽ 4/2, അത് 2 ആണ്. 2 ഇൻറ്റു 30 ഡിഗ്രി 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഏത് ആംഗിൾ കണ്ടുപിടിക്കണം? ആംഗിൾ ബി കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ ബി എന്താ? ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമ്മൾ കണ്ടു, ആംഗിൾ എയും ആംഗിൾ സിയും കണ്ടു. അപ്പോൾ ആംഗിൾ ബി എന്തായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്താ? 180 ഡിഗ്രിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ ആംഗിൾ എ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി കണ്ടുപിടിക്കണം. ആംഗിൾ സി 45 ഡിഗ്രിയാണ്. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എത്രയാണ്? 105 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി പ്ലസ് 105 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ബി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 105ന് ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. പ്ലസ് 105നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 105 ആകും അല്ലേ. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 105 ഡിഗ്രി. എത്ര? 75 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി എന്താ? 75 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ്? അതായത് ഒരു ക്ലോക്ക് ഫേസിൽ നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എല്ലാ ആംഗിൾസും എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ ആംഗിളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള 60 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ, അതായത് 120 ആയിരിക്കും. അതേപോലെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള 60 ഡിഗ്രി അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അത് 60യുടെ ഡബിൾ 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ ഈ 60 ഡിഗ്രിയുടെ ഡബിൾ അത് എത്ര? 120 ഡിഗ്രി അല്ലേ. അപ്പോൾ സെൻറ്ററിൽ 120 ഡിഗ്രി ആംഗിളാണ് വേണ്ടത് അല്ലേ. 120 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര 30 ഡിഗ്രി കൂട്ടിയിട്ടാണ്? നമുക്കറിയാം 4 ഇൻറ്റു 30 ഡിഗ്രിയാണ് എന്ത്? 120 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഒരു ക്ലോക്കിലെ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് ഇടയിൽ വരുന്ന ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ 430 ഡിഗ്രി വരണം അല്ലേ. 12 എന്ന നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു 30 ഡിഗ്രി, ഇവിടെ ഒരു 30 ഡിഗ്രി, ഇവിടെ ഒരു 30 ഡിഗ്രി, ഇവിടെ ഒരു 30 ഡിഗ്രി. ഇപ്പം എത്ര 30 ഡിഗ്രി? 1 2 3 4 അല്ലേ. അപ്പോൾ 430 ഡിഗ്രി വരുന്ന 4ലാണ് അല്ലേ. അപ്പോൾ 12 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താണ്? 4 ആയിരിക്കും. ഓക്കെ, ഇനി 4 കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് കഴിയണം? 12 കഴിഞ്ഞിട്ട് 1 2 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് 4 വരുന്നത്. അതേപോലെ 4 കഴിഞ്ഞ് 3 നമ്പേഴ്സ് ഗ്യാപ്പ് ഇട്ടിടും. അപ്പോൾ 5 6 7 കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്പർ 8 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിള് വരയ്ക്കാൻ പറ്റും അല്ലേ. 12 4 8 1ലാണ് സ്റ്റാർട്ട് ചെയ്തെന്നെങ്കിലോ 1 കഴിഞ്ഞ് 3 നമ്പേഴ്സ് കഴിയുമ്പോൾ അടുത്ത നമ്പർ 5 ആയിരിക്കും. പിന്നെ 3 നമ്പേഴ്സ് കഴിഞ്ഞ് അടുത്ത നമ്പർ 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 1 ഉം 5 ഉം 9 ഉം ഇങ്ങനെ ഒരു
ട്രയാങ്കിൾ വരയ്ക്കാം അല്ലേ. ഇനി 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ, 2ലാണെങ്കിൽ അടുത്ത നമ്പർ 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള 6 ആണ്. 6 കഴിഞ്ഞ് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള 10 ആണ് അല്ലേ. അപ്പോൾ 3 2 6 10. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇനി അതേപോലെ 3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് വരും, 3 7 11. അപ്പം ഇങ്ങനെ ഇത്രയും ട്രയാങ്കിൾസ് ആണ് വരയ്ക്കാൻ പറ്റുക അല്ലേ. 1 2 3 4 ട്രയാങ്കിൾസ് ആണ് വരയ്ക്കാൻ പറ്റുക അല്ലേ. 4 equilateral triangles. Draw an equilateral triangle with circumradius 3.5 cm. പരിവൃത്ത ആരം 3.5 cm ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ എല്ലാ ആംഗിൾസും എന്താ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും, ഓരോ 60 ഡിഗ്രിയുടെയും ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ 60 ഡിഗ്രിയുടെയും ഡബിൾ എന്ന് പറയുമ്പോൾ എന്താ 60 × 2, അത് 120 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ സെൻറ്ററിൽ 3 120 ഡിഗ്രി ആംഗിളാണ് വരേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസും റൂളറും എടുക്കാം. എന്നിട്ട് കോമ്പസ് ലെങ്ത് 3.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കാം. ഈ റേഡിയസ് എത്രയായിരിക്കും, 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഈ റേഡിയസിൽ നിന്നും 120 ഡിഗ്രി ആംഗിളിലുള്ള ഒരു റേഡിയസ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ഈ റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0 20 40 60 80 100 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ എന്തായി, 120 ഡിഗ്രി ആംഗിളിലുള്ള മറ്റൊരു റേഡിയസ് ആയി അല്ലേ. അപ്പോൾ ഈ രണ്ട് റേഡിയസുകളും സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് അല്ലേ. അപ്പോൾ അത് ജോയിൻ ചെയ്താൽ ഒരു സൈഡായി ട്രയാങ്കിളിൻ്റെ. ഓക്കെ, ഇനി അടുത്ത സൈഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു 120 ഡിഗ്രി ആംഗിളിലുള്ള റേഡിയസ് വരയ്ക്കണം, ലാസ്റ്റ് വരച്ച റേഡിയസിൽ നിന്നും. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ലാസ്റ്റ് വെച്ച റേഡിയസിലും വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0 20 40 60 80 100 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ 120 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. ഈ റേഡിയസ് സർക്കിളിലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ട്രയാങ്കിളിൻ്റെ മറ്റൊരു വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം വരച്ച സൈഡിൻ്റെ എൻസിൽ നിന്നും ഈ വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്താൽ എന്തായി, നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ആംഗിൾസൊക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസൊക്കെ 60 ഡിഗ്രി ആയിരിക്കും. കാരണം സെൻട്രൽ ആംഗിൾസൊക്കെ നമ്മൾ 120 ഡിഗ്രി ആയി എടുത്തിട്ടുള്ളത്. സോ ട്രയാങ്കിളിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിൾസിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ, അതായത് 60 ഡിഗ്രീസ് ആയിരിക്കും. Draw a triangle with circumradius 3 cm and two of the angles 32.5 and 37.5. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും രണ്ട് കോണുകൾ 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ റേഡിയസ് എത്ര, 3 സെൻറ്റിമീറ്റർ ആണല്ലേ. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കാം. ഈ റേഡിയസ് എത്രയായിരിക്കും, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ്, 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയുമാണ് അല്ലേ. അപ്പോൾ ഈ ഓരോ ആംഗിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്ററിൽ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു സെൻട്രൽ ആംഗിൾ 32.5ൻ്റെ ഡബിൾ, അതായത് 2 × 32.5, അതായത് 32.5 + 32.5 അതത്ര 65 ഡിഗ്രിയാണ്. അപ്പോൾ 65 ഡിഗ്രിയാണ് സെൻറ്ററിൽ വരുന്ന ഒരു ആംഗിൾ. ഇനി അടുത്ത ആംഗിളോ സെൻറ്ററിൽ വരുന്ന 37.5ൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ, അതായത് 2 × 37.5, അതായത് 37.5 + 37.5 അതെത്രയാണ്
75 ഡിഗ്രി ആണല്ലേ. അപ്പോൾ സെൻറ്ററിൽ വരുന്ന മറ്റൊരു ആംഗിൾ 75 ഡിഗ്രി ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 65 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം സെൻറ്ററിൽ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ഈ റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് ആ 0യിൽ നിന്നും 65 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 65 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ 65 ഡിഗ്രി ആംഗിളുള്ള റേഡിയസ് ആയി അല്ലേ. അപ്പോൾ ഈ രണ്ട് റേഡിയസുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ രണ്ട് വെർട്ടിസസ്. അപ്പോൾ അത് ജോയിൻ ചെയ്താൽ ഒരു സൈഡായി, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായി. ഇനി അടുത്ത വെർട്ടെക്സ് കണ്ടുപിടിക്കണം ട്രയാങ്കിളിൻ്റെ. അതിന് വേണ്ടിയിട്ട് അടുത്ത ആംഗിളായ 35 ഡിഗ്രി ആംഗിൾ ലാസ്റ്റ് വരച്ച റേഡിയസിൽ നിന്നും മെഷർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ലാസ്റ്റ് വരച്ച റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് ആ 0യിൽ നിന്നും 75 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 70, 75 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ എന്തായി, 75 ഡിഗ്രി ആംഗിളിലുള്ള റേഡിയസ് ആയി. അപ്പോൾ ഈ റേഡിയസ് നമ്മുടെ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ്. അപ്പോൾ ആ വെർട്ടെക്സിൽ നിന്നും ആദ്യം വരച്ച സൈഡിൻ്റെ എൻസിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഈ ആംഗിൾ 32.5 ഡിഗ്രിയും ഈ ആംഗിൾ 37.5 ഡിഗ്രിയും ആയിരിക്കും. In the picture, a semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle. അതായത് താഴെ ഫിഗറിൽ ഒരു വലിയ സെമി സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫാണ് ഈ ചെറിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ട് സെമി സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും വലിയ സെമി സർക്കിളിലേക്ക് ഒരു ലൈന് വരച്ചിട്ടുണ്ട്, ഗ്രീൻ കളറിലെ ലൈന്. അപ്പോൾ ഈ ചെറിയ സെമി സർക്കിൾ ഈ ഗ്രീൻ ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ABC എന്ന് നെയിം ചെയ്യാം. ECയും DBയും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് എന്താണ്, 90 ഡിഗ്രി. ആംഗിൾ ADB 90 ഡിഗ്രിയാണ്. ആംഗിൾ DEC എന്താണ്, 90 ഡിഗ്രിയാണ്. കാരണം ഇവ എന്താണ്, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം, DBയും ECയും എന്താണ്, പാരലൽ ആണ് അല്ലേ. കാരണം അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ. സോ നമുക്കെന്ത് പറയാം, സോ DB is parallel to EC. കാരണം എന്താണ്, ആംഗിൾ ADBയും ആംഗിൾ DECയും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ DB എന്ന ലൈനും EC എന്ന ലൈനും എന്താണ്, പാരലൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച റൂളുണ്ട്. എന്ത്, ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് മറ്റൊരു സൈഡ് വരച്ചാൽ ലൈന് മറ്റ് രണ്ട് സൈഡ്സിനെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ട്രയാങ്കിൾ AEC എന്ന വലിയ ട്രയാങ്കിളിലെ EC എന്ന സൈഡിന് പാരലായിട്ടുള്ള ലൈനാണ് DB അല്ലേ. അപ്പോൾ ഈ DB എന്ന ലൈന് മറ്റ് രണ്ട് സൈഡ്സായ ACയെയും AEയെയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് പറയാം, ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആണ് അല്ലേ. ഏത് റേഷ്യോ, ഈ AB by BC ഈസ് ഈക്വൽ ടു AD by DE. ഓക്കെ, AD by DE ഈസ് ഈക്വൽ ടു AB by BC. കാരണം in any triangle a line parallel to one side cut other two sides in same ratio. നമ്മൾ 9ാം ക്ലാസ്സിൽ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറാണിത്. ഓക്കെ, പക്ഷെ ABയും BCയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. ബട്ട് AB ഈസ് ഈക്വൽ ടു BC. കാരണം എന്താണ്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്,
വലിയ സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഹാഫാണ് ചെറിയ സെമി സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എ ബി എന്ന ഡിസ്റ്റൻസും ബി സി എന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സോ എ ഡി ബൈ ഡി ഇ ഈസ് ഈക്വൽ ടു എ ബി ബൈ എ ബിയും ബി സി ഈക്വൽ ആയതുകൊണ്ട് ബി സിക്ക് പകരം എ ബി എന്ന് തന്നെ കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് എ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു എ ബി ബൈ എ ബി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ഒരു നമ്പറിനെ ആ നമ്പറോട് തന്നെ ഡിവൈഡ് ചെയ്ത 1 ആണ്. അപ്പോൾ എ ഡി ബൈ ഡി ഇ 1 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, എ ഡി ഈസ് ഈക്വൽ ടു ഡി ഇ അല്ലെ. എ ഡിയും ഡി ഇയും ഈക്വൽ ആണ്, കാരണം ഒരു നമ്പറിനെ അതേ നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോഴേ നമുക്ക് 1 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, എ ഡിയും ഡി ഇയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പം അതിനർത്ഥം എന്താണ്, ഡി എന്ന പോയിന്റ് ആണ് എന്ത് എ ഇ എന്ന ലൈനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. 2 പാർട്ടായിട്ട് എ ഡി എന്ന പാർട്ടും ഡി ഇ എന്ന പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പാർട്സ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താ, ഡി ബൈസെക്ട് ചെയ്യുന്നു എന്നല്ലേ. ഡി എന്ന് പറയുന്ന ചെറിയ സെമി സർക്കിളിന്റെ പോയിന്റ് ആണ് അല്ലേ. നമുക്കെന്ത് പറയാം, സ്മോളർ സെമി സർക്കിൾ ബൈസെക്ട് ലൈൻ എ ഇ.